കാര്യമില്ലാതെ എന്തിനാ വഴക്ക് പറയുന്നേ? ആ കാര്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടില്ലെങ്കിൽ വലിയ വഴക്കാവുമ്പോഴേ നിങ്ങൾ രണ്ടുപേരും വന്ന് ഒളിഞ്ഞു നോക്കണം. അച്ഛാ കേറി ഇടപെട്ടേക്കരുത്. ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് കോൺഗ്രസിൽ നിന്ന് അബിൻ വർഗീസ്, CPM-ൽ നിന്ന് KS അരുൺകുമാർ, BJP-യിൽ നിന്ന് ഉല്ലാസ് ബാബു എന്നിവരാണ്. ആദ്യം ശ്രീ അരുൺകുമാർ, നാളെ കേരളത്തിനും രാജ്യത്തിനുമൊക്കെ അഭിമാന മുഹൂർത്തമാണ്. അത്രയും നിർണായകമായൊരു തുറമുഖ പദ്ധതി കേരളത്തിൽ നിന്ന് രാജ്യത്തിനായി സമർപ്പിക്കപ്പെടുകയാണ്. വിഴിഞ്ഞം പദ്ധതി രാവിലെ 10:30 കമ്മീഷനിംഗ് നടക്കും. ഇതുപോലെ അഭിമാനാർഹമായ ഒരു വേളയിൽ ആ പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന്, യാഥാർത്ഥ്യമാകുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരെ എല്ലാം നന്ദിയോടെ സ്മരിക്കുക എന്നതല്ലേ മര്യാദ? അതുണ്ടായോ? വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. ഇവിടെ ഒരു സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പം ഇന്ത്യയിൽ വൻകിട 13 തുറമുഖങ്ങളുണ്ട്. വളരെ ചെറിയ തുറമുഖങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ ഈ 13 തുറമുഖങ്ങൾക്കും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത മദർഷിപ്പുകൾ സ്വതന്ത്രമായി വന്ന് ലാൻഡ് ചെയ്യാനും കണ്ടെയ്നറുകൾ ഇറക്കി തിരിച്ചു കൊണ്ടുപോകാനും, ഒന്നിലധികം മദർഷിപ്പ് ഒരേ സമയത്ത് ലാൻഡ് ചെയ്താൽ പോലും കൃത്യമായിട്ട് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന ഒരു തുറമുഖം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ പണി പൂർത്തീകരിക്കുന്നത്. നിശ്ചയിച്ച കാലയളവിൽ മുമ്പ് ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ ഇത്ര കാലയളവ് കുറച്ചുകൂടെ സമയം പ്രതീക്ഷിച്ചതായിരുന്നു. അതിൽ വളരെ മുമ്പേ തന്നെ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം. ഇത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന ചോദ്യം ഉയർന്നു കേൾക്കുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കാണ്. എന്താ വിശ്വാസമാവുന്നില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. കാരണം ലോകം മുഴുവൻ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തുറമുഖമാണ്. ഇന്റർനാഷണൽ കപ്പൽ ലൈൻ പാതയിൽ നിന്ന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ അടുത്തുള്ള ലോകത്തുള്ള ഏത് മദർഷിപ്പിനും വന്ന് അടുക്കാൻ പറ്റിയ ഒരു തുറമുഖം ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ക്ലെയിമും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ആണ്. പിന്നെ ഇവിടെ ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടില്ലേ? സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീമെല്ലാം വരുന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഇതിൽ ആരൊക്കെ ഗസ്റ്റായി പങ്കെടുക്കണം എന്നതിന്റെ ഫൈനൽ ഒരു ഉത്തരവ് നൽകേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. നിങ്ങൾക്ക് സത്യം എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? നിന്നോട് പറയണമെന്ന് ആദ്യമേ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. അഭിനയത്തിൽ നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കള്ള ലക്ഷണം വരും. അത് കണ്ട് അവന്മാര് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൃത്യമായി ആരൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് ഒരു പ്രപ്പോസൽ കൊടുത്തു. ആ പ്രപ്പോസൽ അവർ പരിശോധിച്ച് അവസാന ഘട്ടത്തിൽ മാത്രമാണ് അതിന് അപ്രൂവൽ കിട്ടിയത്. ആ അപ്രൂവൽ കിട്ടിയ മുഴുവൻ ആളുകളെയും പ്രോഗ്രാമിന്റെ ഭാഗമായി ക്ഷണിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ കാര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൺകറൻസ് തരിക. പക്ഷേ ഈ പരിപാടിയിൽ മഹനീയ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകേണ്ട മുഴുവൻ ആളുകൾക്കും കൃത്യമായി കത്തുകൊടുത്ത് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാൾ വഴികൾ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 9 കൊല്ലം കൊണ്ട് ഓഖി ദുരന്തം വന്നു, നിപ വൈറസ് വന്നു, നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നു, 2019 പ്രളയം വന്നു, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഒരു ഭാഗത്ത് വലിയ തോതിൽ നമ്മളെ ആക്രമിക്കുമ്പോഴും അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തീകരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഇപ്പോൾ ഇതിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വന്ന് ഈ കഴിഞ്ഞ 6 മാസത്തെ കാലയളവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വന്ന് ഓപ്പറേഷൻ നടത്തിയ ഒരു തുറമുഖം എന്ന പേര് വരെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇവിടെ എല്ലാവരും കൂട്ടിയോജിച്ചുകൊണ്ട് എല്ലാവരെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് പോകുക എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിലും അത്തരം സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. ജലമെട്രോയുടെ ഉദ്ഘാടനം, രാജ്യത്ത് തന്നെ ജലമെട്രോ പദ്ധതി ഏറ്റവും ആദ്യം നടപ്പാക്കിയത് കേരളമാണ്. മറ്റൊരു സംസ്ഥാനത്തും ആ സമയത്ത് ഇത്തരത്തിലൊരു പദ്ധതിയില്ല. പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. അതിലടക്കം പ്രതിപക്ഷത്തെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാനാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. അതുപോലെ AI ക്യാമറയുടെ ഉദ്ഘാടനം പ്രതിപക്ഷത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള തർക്കങ്ങളുമില്ലാതെ അതിന്റെ ഉദ്ഘാടനം നടത്താനാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇൻവിറ്റേഷൻ കൊടുത്തത്. അതുപോലെ തന്നെ ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന K-ഫോണിന്റെ ഉദ്ഘാടനവും മാതൃകാപരമായി പ്രതിപക്ഷത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്താനും വളരെ നേരത്തെ തന്നെ ഇൻവെസ്റ്റേഷൻ കൊടുത്തുകൊണ്ട് അതിന്റെ നല്ല പ്രചരണ പദ്ധതികളെല്ലാം നടത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ
ഉണ്ടാക്കണേ. പക്ഷേ ഈ പദ്ധതികളുടെ ഉദ്ഘാടന ഘട്ടങ്ങളിലൊന്നും അതിനോട് സഹകരിക്കാതെ അതിനെതിരെ അഴിമതിയാണെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയ സാഹചര്യം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും സഹകരിക്കണം, പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം സഹകരിക്കണം. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്, വരും കാലങ്ങളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന വൻകിട വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ് എന്നതുകൊണ്ട് ഒരാളെയും അവഗണിക്കുവാനോ ഇതിന്റെ നാൾവഴികൾ മറക്കുവാനോ ഒരു ചരിത്രത്തെയും അവഗണിക്കുവാനോ ഒന്നും തയ്യാറല്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 2016 മുതലുള്ള ഗവൺമെന്റിന്റെ എന്റെ കക്ഷി പാപ്പച്ചൻ എനിക്ക് നേരത്തെ അറിയാം യുവർ ഓണർ. ഈ പത്രങ്ങളിലൊക്കെ പടം അച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ. ല്ല അതിന് മുൻപുള്ള 5 വർഷത്തെ UDF ഗവൺമെന്റ്, അതിന് പിൻപിലുള്ള 5 വർഷത്തെ LDF ഗവൺമെന്റ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1996 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്താൻ നിർദ്ദേശിച്ച നയനാർ സർക്കാർ, 2001 AK ആന്റണി സർക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അതിന്റെ കൃത്യമായിട്ട് ടെൻഡർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്, അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്, കേന്ദ്ര പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചത്, അന്ന് ആ അനുമതി നിഷേധിച്ചത്, 2011 മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യത്തെ 4 കൊല്ലം വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല. 2015 എഗ്രിമെന്റ് ഒപ്പിട്ടത്, ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കല്ലിട്ടത്, ആ കല്ല് അവിടെ കിടന്നത്, ആ കല്ല് ഇട്ട സ്ഥലത്ത് കപ്പലോടുന്ന സാഹചര്യം 9ാം വർഷം എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരാളെയും അവഗണിക്കുന്നില്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ അഭിമാന മുഹൂർത്തമായി ആ മുഹൂർത്തത്തെ മാറ്റി ആ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് LDF സർക്കാരിന്റെ തീരുമാനം. നമുക്കറിയാം, വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അടക്കം തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് കേന്ദ്രം. കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ സംഭാവന ഇതിൽ വട്ടപൂജ്യമാണ്. അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന 817 കോടി രൂപ അത് വായ്പ ഇനത്തിലാണ്, അതും തിരിച്ചടക്കണം. അങ്ങനെ തിരിച്ചടക്കേണ്ടി വരുമ്പോൾ 70% പണവും സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് മുടക്കേണ്ടത്. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ? ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ? ഈ സാഹചര്യത്തിലും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ ഡേറ്റിന് കാത്തിരുന്ന് 3-4 മാസം അതിനുവേണ്ടി കാത്തിരുന്ന് പ്രധാനമന്ത്രി വന്നിരിക്കുന്നു. നാളെ ഉദ്ഘാടനം. എല്ലാവരും ഇപ്പോ ഇതിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരും നയം തിരുത്തി ഈ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി യോജിച്ച് അണിനിരക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ വിജയം, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ, അതിനിടയിൽ താങ്കൾ ഒരു കല്ലിട്ടത് ആ കല്ല് അവിടെ കിടന്നത് എന്നൊരു പ്രയോഗം നടത്തി. അത് ഈ പറയുന്ന താങ്കൾ പൊതുവിൽ പറയുന്ന സ്പിരിറ്റിന് ചേരുന്നതല്ല എന്ന് താങ്കൾക്കും അറിയാമായിരിക്കും. പക്ഷേ അത് ഏത് തരത്തിലാണ് കാണേണ്ടതെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ശ്രീ അരുൺകുമാർ, താങ്കൾ പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിച്ചതെന്നാണല്ലോ. പ്രതിപക്ഷ നേതാവിന് പ്രത്യേകമായി ക്ഷണം എത്തിയോ? ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ലിയറൻസ് വന്ന ശേഷം പ്രതിപക്ഷ നേതാവിനെ പ്രത്യേകമായി ക്ഷണിച്ചോ? ആരാധകരെ ശാന്തരാകും, എല്ലാവരും സെൽഫി എടുക്കുന്നതായിരിക്കും. ആരാധകർ ഒന്ന് പോയടാണ്, നീ കാരണമാണ് ഞങ്ങൾ ഗതിയിലായത്. ചേട്ടാ, ഇങ്ങനെയുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോരാ. ഇവിടെ പ്രധാനമന്ത്രിയുടെ കൺകറൻസ് വരുന്നതിന് മുമ്പ് തുറമുഖ മന്ത്രിയുടെ ലെറ്റർ പാഡിൽ മഹനീയ സാന്നിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുത്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കൺകറൻസ് വന്നതിന് ശേഷം ആ പ്രോഗ്രാം നോട്ടീസ് ഉൾപ്പെടെ വച്ചുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ അദ്ദേഹത്തിന് കൊടുത്തു. ആ നോട്ടീസ് കിട്ടിയതിന് ശേഷം തന്നെയാണ് അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് പൊതുമാധ്യമങ്ങളോട് പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഗ്രാമിലുള്ള മുഴുവൻ ആളുകളെയും ഔദ്യോഗികമായി ആ പ്രോഗ്രാമിന്റെ കോപ്പി കൊടുത്തുകൊണ്ട് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അത് പ്രോഗ്രാം വരുന്നതിന് മുമ്പ്, കൺകറൻസ് വരുന്നതിന് മുമ്പും ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ യോജിപ്പിക്കേണ്ട, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും, ഗവൺമെന്റ് സംവിധാനവും അതുപോലെ ഇതിന്റെ അതോറിറ്റിയും ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും മഹനീയ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള കത്തും കൊടുത്തിട്ടുണ്ട്. ഇൻവിറ്റേഷന്റെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ തുറമുഖ മന്ത്രി പ്രതിപക്ഷ നേതാവ് വാർഷികാഘോഷം ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാത്തതെന്ന് പറഞ്ഞതോ? നിങ്ങളെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്. പ്ലീസ്. അത് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് തുറമുഖ മന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമങ്ങൾ തിരിച്ചും മറച്ചും ചോദിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ചെറിയ കൊതിക്കറവ് കാണിച്ച് മാറി നിൽക്കേണ്ട ഒരു ഉദ്ഘാടനമല്ല ഈ ഉദ്ഘാടനം. ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയാണ് ഇത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ക്രെയിൻ വന്ന സമയത്ത് ഇതേ പ്രതിപക്ഷ നേതാവ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താണ്. അതിനുശേഷം പിറ്റേ ദിവസം ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്, എനിക്ക് അതിൽ പങ്കെടുക്കേണ്ടി വന്നു, ഞാനത് പങ്കെടുക്കേണ്ടി വന്നതിൽ ദുഃഖിക്കുന്നു എന്ന രൂപത്തിൽ അതിനെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. കടക്കേണ്ട സ്ഥിതി വന്നാൽ, സാഹചര്യം വന്നാൽ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ വരെ, വാചകങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇനിയായാലും
പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സമീപനം തിരുത്തും, നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുകയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? ആ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും ഈ പരിപാടി ഗംഭീരമായി നാടിന് സമർപ്പിക്കണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ശ്രീ അബിൻ വർക്കി, പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ പങ്കെടുക്കാത്തതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? അതേപോലെ തന്നെ ഈ ചടങ്ങിനിടെ ഈ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലേക്ക് എത്തുമ്പോൾ മമ്മൂഞ്ഞ് എന്ന പ്രയോഗം കൊണ്ടുവന്നതും പ്രതിപക്ഷമാണ്. അതും എന്തുകൊണ്ടാണ്? നല്ല അടാറ് പഞ്ഞിക്കടലായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, വിടവുണ്ടാകരുത്, നടക്കാൻ പറ്റും. കോടതി കൂട്ടിക്കയറ്റി നിർത്തുമ്പോൾ സുന്ദരന്മാരായിരിക്കണം. തീർച്ചയായിട്ടും അത് കുറച്ച് അധികം കാര്യങ്ങൾ അദ്ദേഹം നാൾ വഴികളും ചരിത്രവും ഒക്കെ പറഞ്ഞുകൊണ്ട് നാൾ വഴികളിൽ നിന്ന് തന്നെ തുടങ്ങി കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, 996 അല്ലല്ലോ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യത്തെ രൂപരേഖ വരുന്നത്. അത് 991 ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ശ്രീ എം വി രാഘവൻ മന്ത്രിയായിരുന്നപ്പോൾ ശിവരാജ വിജയൻ എന്ന് പറയുന്ന തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖ ആദ്യമായി സർക്കാരിന് കൊടുക്കുന്നത്. അത് 96 പറഞ്ഞാൽ അത് ഒന്നാമത്തെ മമ്മൂഞ്ഞിന്റെ സ്വരമാണ് ആ കേട്ടത്. ഇനി ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഒപ്പിട്ടത് 995 ഒക്ടോബർ മാസം 11 കുമാർ എനർജി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ 96 മുമ്പേ ആദ്യം ഒരു കരാർ വന്നിരുന്നു. അന്ന് ആ സർക്കാർ മാറിപ്പോയി. ആ കരാർ വന്നു കഴിഞ്ഞ് 999 എന്ന് പറഞ്ഞാൽ 996 നിങ്ങൾ എന്തോ നിങ്ങളുടെ സർക്കാർ വന്നപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. ചെയ്തത് 999 ഒപ്പിട്ട കരാറിന്റെ കൂടെ കുമാർ എനർജി കോർപ്പറേഷനോട് BOT അടിസ്ഥാനത്തിൽ ഒരു താപവൈദ്യുത നിലയം കൂടി ഇതിന്റെ കൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഒരു എക്സ്ട്രാ എഗ്രിമെന്റ് അതിന്റെ കൂടെ ഉണ്ടാക്കി. അവർ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2001 AK ആന്റണിയുടെ സർക്കാർ വന്നു. ആ സർക്കാർ കുമാർ എനർജി കോർപ്പറേഷന് കത്തയച്ചു, നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു വ്യവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പദ്ധതി ആദ്യഘട്ടത്തിൽ നിർത്തലായത് 2001 ആ കത്തിലൂടെയാണ്. പിന്നീട് 2004 PPP മോഡലിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. ഏതാണ് PPP മോഡൽ? PPP മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു വിമാനം ഇറങ്ങിയാൽ എൻ്റെ നെഞ്ചിലൂടെ ആയിരിക്കും ഈ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങുന്നത്. കാരണം ഇത് PPP മോഡൽ വിമാനത്താവളമാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത DYFI ഉൾപ്പെടെ സമരം ചെയ്ത അന്നും പറഞ്ഞത് അതേ PPP മോഡൽ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ആ PPP മോഡലിൽ 2004 ഈ പദ്ധതി നിർവഹിക്കാൻ AK ആന്റണി ഉമ്മൻചാണ്ടിയുള്ള സർക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ കൺസോർഷ്യം 2005 ഉണ്ടാക്കുന്നു. 2006 മുതൽ 2011 വരെ നിങ്ങൾ എന്തെല്ലാമൊക്കെയോ ചെയ്തു എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ, കാരണം 2006 മുതൽ 2009 വരെ CPM നിങ്ങളുടെ പ്രാതിനിധ്യമുള്ള ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രഷർ വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അന്ന് അതൊന്നും ചെയ്യാതെ 2011 വരെ അത് നീണ്ടുപോയി. 2011 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതിന്റെ 2ാം ദിവസം ഡൽഹിയിൽ പോയി അദ്ദേഹം ഒരു യോഗം വിളിച്ചു. ആ തുറമുഖ വകുപ്പുമായി യോഗം വിളിച്ച് 31/5/2011 അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള തുറമുഖ വകുപ്പ് ഡയറക്ടർ പങ്കെടുത്തു. അങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ 2ാമത്തെ റീ ഓപ്പണിംഗ് ഉണ്ടാകുന്നത്. 21/6/2011 ടേംസ് ഓഫ് റെഫറൻസിന് അംഗീകാരം കൊടുത്തു. അത് UPA സർക്കാർ എന്ന് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണ്ടിയിരുന്നു. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ ഉമ്മൻചാണ്ടിയുടെ പ്രഷറിൽ, UDFന്റെ പ്രഷറിൽ കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് എടുത്തു. അങ്ങനെയാണ് 21/6/2011 ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായി ടേംസ് ഓഫ് റെഫറൻസിന് അംഗീകാരം കൊടുത്തത്. അവനെ അങ്ങനെ കൊല്ലാൻ പരിപാടി ഇല്ല എനിക്ക്. കിട്ടും, കിട്ടാതെ എവിടെ പോവാനാ. പിന്നീട് പാരിസ്ഥിതിക അനുമതിയായിരുന്നു. പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടത് 6 മാസം വീതം 4 തവണയായി തീരത്തെ കാലാവസ്ഥാ വ്യതിയാനം പഠിക്കണം. അങ്ങനെ ഏതാണ്ട് 2.5 കൊല്ലം പഠിച്ച് പാരിസ്ഥിതിക അനുമതിക്കുള്ള എല്ലാ പേപ്പറുകളും കണക്കിലെടുത്ത് 2015 ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ അധികാരം ഇരുന്നപ്പോൾ തന്നെ പാരിസ്ഥിതിക അനുമതി മേടിച്ചു. ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2015 നവംബർ മാസം 1 ഇത്രയും അനുമതികൾ മേടിച്ചു. ഏത് CP രാമസ്വാമിയുടെ കാലഘട്ടം മുതൽ തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും സ്വപ്നമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ എല്ലാവിധത്തിലുള്ള പേപ്പറും അനുമതിയും മേടിച്ച് 2015 നവംബർ മാസം 1 അത് തറക്കല്ലിടുന്ന ദിവസം ഏതെങ്കിലും ഒരു CPM കാരൻ പങ്കെടുത്തിരുന്നോ? ഏതെങ്കിലും ഒരു LDF കാരൻ പങ്കെടുത്തിരുന്നോ? ഏതെങ്കിലും CPMന്റെ പ്രതിനിധി പങ്കെടുത്തിരുന്നോ? പങ്കെടുത്തിരുന്നില്ല എന്നത് മാത്രമല്ല, 2014 നവംബർ മാസത്തിലെയും 2015 മാർച്ച് മാസത്തിലെയും നിങ്ങളുടെ നിയമസഭാ ചോദ്യങ്ങൾ, ആരുടെ നിയമസഭാ ചോദ്യം? കോടിയേരി ബാലകൃഷ്ണന്റെയും ജമീല പ്രകാശത്തിന്റെ ഉൾപ്പെടെയുള്ള നിയമസഭാ ചോദ്യങ്ങൾ എടുത്ത് പരിശോധിക്കണം. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. പറയൂ. എനിക്കത് ഓർമ്മയില്ല. 2015
ശ്രീ ഉമ്മൻചാണ്ടിയും അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ KV തോമസും അദാനിയുമായി KV തോമസിന്റെ വീട്ടിൽ വെച്ച് ഒരു ഗൂഢാലോചന നടത്തി. അവിടെ വെച്ച അഴിമതിയുടെ പണം വീതം വെക്കാൻ തീരുമാനിച്ചു. ഈ അഴിമതിയുടെ ഇടനിലക്കാരനാണ് KV തോമസ്. ഇത് പറഞ്ഞതാരാ? CPM അല്ലേ പറഞ്ഞേ. ഇന്ന് അരുൺകുമാറിന് പറയാമോ KV തോമസ് അഴിമതിയുടെ ഇടനിലക്കാരനായിരുന്നു? KV തോമസ് ആണോ ഈ അഴിമതിയുടെ ബ്രോക്കർ ആയി അന്ന് അഭിനയിച്ചത്, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നത്? ശ്രീ അരുൺകുമാർ അത് വ്യക്തമാക്കിയാൽ മതി. ഇത് പറഞ്ഞുകൊണ്ടാണ് 5000 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടി രൂപ അഴിമതിയാണെന്ന് പറഞ്ഞ് 2015 നവംബർ മാസം 1-ാം തീയതി ഈ പദ്ധതിയുടെ തറക്കല്ലിടുന്ന ദിവസം CPM സമരം ചെയ്തത്. CPM ഈ പദ്ധതിയിൽ പങ്കെടുക്കാതെ, ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. ഇതാണ് നാൾ വഴിയുടെ ചരിത്രം. ഇതിന് ശേഷം, ഇനിയാണ് പ്രധാനപ്പെട്ട വിഷയം, ഇതിനുശേഷം PPP മോഡലിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. എന്താണ് എഗ്രിമെന്റ്? വിഴിഞ്ഞം തുറമുഖം അദാനി പണിയണം, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സർക്കാർ പണിയണം. ഇതാണല്ലോ എഗ്രിമെന്റ്. വിഴിഞ്ഞം തുറമുഖം അദാനി പണിതു, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സർക്കാർ പണിയണം. അവിടെയാണല്ലോ സർക്കാരിന്റെ റോൾ. എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛാ, ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛനെ മനസ്സിലായില്ലേ? സർക്കാർ ഏത് റോളാണ് നിർവഹിച്ചത്? വിഴിഞ്ഞത്തായിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി 2022 പൂർത്തീകരിക്കേണ്ടതാണ്. റെയിൽ കണക്ടിവിറ്റിയുടെ ഏതെങ്കിലും ഒരു പണി ആരംഭിച്ചിട്ടുണ്ടോ? വിഴിഞ്ഞത്തായിട്ടുള്ള റോഡ് കണക്ടിവിറ്റി 2021 പൂർത്തീകരിക്കേണ്ടതാണ്. കൈതക്കൽ വന്നു ചേരുന്ന വിഴിഞ്ഞവും NH തമ്മിലുള്ള റോഡ് കണക്ടിവിറ്റി, ആ പണി എവിടെ എത്തി നിൽക്കുന്നു? ഇനി അതും വേണ്ട, 2015 നമ്മൾ ഉറപ്പ് കൊടുത്ത ഒരു പുനരധിവാസ പദ്ധതി, 20,000 കുടുംബങ്ങൾക്ക് 470 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി. അതിനകത്താണ് സീ ഫുഡ് പാർക്ക്. അവിടെ നിന്ന് തീരശോഷണം ഉണ്ടായി ആ നാടിന് ഏൽക്കുന്ന, അതായത് ഡെവലപ്മെന്റൽ റെഫ്യൂജീസ്, അങ്ങനെ ഉണ്ടാകുന്നവർക്ക് സീ ഫുഡ് പാർക്ക് നിർമ്മിച്ച് അതിനകത്ത് ജോലി എടുക്കും. 5 ഏക്കർ സ്ഥലം ഉമ്മൻചാണ്ടി ഏറ്റെടുത്തു. എവിടെയാണ് സീ ഫുഡ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്? ഇല്ലെങ്കിൽ അന്ന് തന്നെ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു ഒരു ഫിഷിംഗ് ഹാർബർ. വിഴിഞ്ഞത്ത് തീരശോഷണമുണ്ടായി മത്സ്യത്തൊഴിലാളികൾക്ക്, വിഴിഞ്ഞം മുതൽ 5 തെങ്ങ് വരെയുള്ള പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഫിഷിംഗ് ഹാർബർ ഉണ്ടാക്കും. എവിടെയാണ് ഫിഷിംഗ് ഹാർബർ ഉണ്ടാക്കിയത്? ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം, ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യേണ്ട സർക്കാർ ഇതിനകത്ത് എന്ത് റോളാണ് വഹിച്ചിട്ടുള്ളത്? അതുകൊണ്ടാണ് സർ നിങ്ങൾ മമ്മൂഞ്ഞുമാരായി ഇന്ന് ഉദ്ഘാടനം ആഘോഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് UDF പറയാൻ കാരണം. ഒന്നാമത്തെ കാര്യം. ഇനി 2, ഉദ്ഘാടനത്തിന്റെ വിഷയം. എന്താണ് ഉദ്ഘാടനത്തിന്റെ വിഷയം? ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിച്ചു, ശ്രീ VD സതീശനെ ഇവിടെ ക്ഷണിക്കുന്നില്ലേ? മന്ത്രി പറഞ്ഞു, ഇത് സർക്കാരിന്റെ 4-ാം വാർഷികത്തിന്റെ ആഘോഷമായിട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് 4-ാം വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് VD സതീശനെ ക്ഷണിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞ മന്ത്രി അന്ന് രാത്രി ഒരു കത്തെഴുതുകയാണ് VD സതീശനെ ക്ഷണിച്ചതുകൊണ്ട്. ഇനി അതുമാത്രമല്ല, സ്വാഭാവികമായും ഒരു ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുന്നവരുടെ ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. അത് നിർബന്ധമാണ്. മുൻകാല ചരിത്രം എടുത്താൽ മതി. പിന്നെ ഇവിടെ ജലമെട്രോയുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു. സാർ, കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് പ്രതിപക്ഷത്തിനെയാ വിളിച്ചേ? എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ വേഗം, എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ കൂട്ടാതെ ഉദ്ഘാടനം നടത്തി, ജനകീയ ഉദ്ഘാടനം നടത്തിയവരല്ലേ ഞങ്ങൾ. എന്നിട്ട് ജലമെട്രോയ്ക്ക് ഏതാണ്ട് പ്രതിപക്ഷത്തെ ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗീർവാണം അടിക്കാൻ നിങ്ങൾക്കല്ലാതെ സാധിക്കുമോ? സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വന്നാൽ പറയും, ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചോരയും നീരുമൊഴുക്കി ഈ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കും. ആ പ്രസംഗം കഴിഞ്ഞ തവണത്തെ ആദ്യത്തെ ഫേസിലെ പ്രസംഗത്തിൽ ഉണ്ടായി. അത് കേൾക്കാൻ പിണറായി വിജയൻ വിധേയനായി. അതുകൊണ്ടാണ് ഈ ഉദ്ഘാടന വേളയിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനുമായ നരേന്ദ്രമോദി ഇവർ തമ്മിൽ ഈ ഉദ്ഘാടനത്തിന്റെ ക്രെഡിറ്റ് അങ്ങ് വീതം വെച്ചെടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് 4-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ മന്ത്രി ആ 4-ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നത്. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ല, നീ ഊരി കാണട്ടാ. അപ്പൊ ഇവർ തമ്മിൽ ഏതെങ്കിലും ക്രെഡിറ്റ് അങ്ങ് വീതം വെച്ചെടുക്കാം എന്നൊക്കെ വിചാരിച്ചാൽ സാർ,
സഖാവ് പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അർഹതയുള്ളത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നുള്ളത്. അതിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇതിന്റെ ക്രെഡിറ്റിന്റെ പൂർണ്ണമായ അർഹത അത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മൺമറഞ്ഞു പോയ കേരളത്തിന്റെ വികസന നായകനുള്ളതാണ് എന്നത് കാലത്തിനൊത്ത സത്യമാണ്. ആ സത്യം കേരളത്തിൽ എത്രമാത്രം തേച്ചു മായ്ക്കാൻ ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഒരവസരം പോലും ഇല്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുക്കണ്ട എന്നുള്ള ഞങ്ങളുടെ ഏകകണ്ഠമായ തീരുമാനം. ശ്രീ അബിൻ വർക്കി, താങ്കൾ പറഞ്ഞതുപോലെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിക്കും പങ്കുണ്ട്. ശ്രീ KV തോമസ് തന്നെ കഴിഞ്ഞ ദിവസം അത് സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോഴും അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തി. പക്ഷെ അംഗീകരിക്കുക എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുക എന്നത് പ്രധാനമല്ലേ? നിങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയനെ ഈ 2 ടേമിലും മുഖ്യമന്ത്രിയായിരുന്ന വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമായ സമയത്ത് അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയെ മമ്മൂഞ്ഞ് എന്ന് വിശേഷിപ്പിക്കുക? ഓഹോ, പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, നിങ്ങൾ ഉമ്മൻചാണ്ടി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി തറക്കല്ലിടുന്നതിൽ വരെ അങ്ങേയറ്റം പ്രയത്നിച്ച് അത് യാഥാർത്ഥ്യമാക്കിയെങ്കിൽ വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്ക് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിനകത്താണ് പ്രശ്നം. ഒന്ന്, മാറി മാറി വന്ന എല്ലാ സർക്കാരുകൾക്കും പങ്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 991 മുതലുള്ള ചരിത്രം, നാൾവഴികളുടെ ചരിത്രം ഇവിടെ പറഞ്ഞത്. സ്വാഭാവികമായും കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചു ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ പങ്കുണ്ട്. ഇല്ല എന്നൊന്നും ഞാനിവിടെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ മമ്മൂഞ്ഞ് എന്ന് വിളിക്കുന്നു എന്നുള്ളിടത്താണ് അതിന്റെ ചരിത്രബോധം. അതാണ് ഇപ്പോ ശ്രീ അരുൺകുമാർ പറഞ്ഞ ചരിത്രത്തിൽ തന്നെ 96-ലെ ചരിത്രം തെറ്റ്, 2006-ലെ ചരിത്രം തെറ്റ്, 2014 വരെ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ശ്രീ അരുൺകുമാറിനെ പോലെ ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്നവർക്ക് എന്തും പറയാമല്ലോ. കാരണം ഇതേതാണ്ട് എലിക്കണിയിൽ സുനവെട്ടതുപോലെ സുനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. ഇതിലും ഭേദം സസ്പെൻഷനോ തരംതാഴ്ത്തലോ ആയിരുന്നു. 2011 മുതൽ 14 വരെയുള്ള UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത് പ്ലാനിംഗ് കമ്മീഷൻ കൈമാറിയതുകൊണ്ട് കൂടിയാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. അതൊക്കെ ഉമ്മൻചാണ്ടി വന്നിട്ട് UPA സർക്കാരും ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളെ, UDFന്റെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്നുള്ളത് അറിയാം. പിന്നെ ഇവിടെ സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ് കാര്യം? ഇപ്പോ ഈ കാലയളവിൽ തന്നെ ഇത്രയധികം ഷിപ്മെന്റുകൾ വിഴിഞ്ഞത്ത് വന്നു എന്ന് പറഞ്ഞാൽ 6 ലക്ഷം ഷിപ്മെന്റുകൾ വന്നു. ഈ 6 ലക്ഷം ഷിപ്മെന്റുകളിൽ 20% ഷിപ്മെന്റ് ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് നിന്ന് പുറത്തു വന്ന് അവിടെ സീൽ ചെയ്ത് അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി ഇൻലാൻഡ് നാവിഗേഷൻ ചെയ്യേണ്ട ഷിപ്മെന്റുകളാണ്. ശ്രീ ഷാനി, ഈ 6 ലക്ഷത്തിൽ ഒരെണ്ണം പോലും പുറത്തു വന്നില്ല. കാരണം എന്താണെന്നറിയോ? അങ്ങോട്ടുള്ള 2022 പൂർത്തീകരിക്കേണ്ട റെയിൽ കണക്ടിവിറ്റി പൂർത്തീകരിച്ചിട്ടില്ല. 2020 പൂർത്തീകരിക്കേണ്ട റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാമോ എന്താ ചെയ്തിരിക്കുന്നതെന്ന്? ഇപ്പൊ ചെയ്തിരിക്കുന്നത് NHന്റെ സർവീസ് റോഡ് അത് വിഴിഞ്ഞത്തേട്ടുള്ള റോഡാക്കി മാറ്റിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് ആരായിരുന്നു? അവനിതെങ്ങനെ അറിഞ്ഞു? എന്തോ ഒരു വിവരാവകാശം എന്നൊക്കെയാ പറഞ്ഞത്. ചുമ്മാ തന്റെ നാട് നന്നാവത്തത് ഓരോരോ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ PPP മോഡൽ പ്രകാരം തുറമുഖത്തിന്റെ പണി നിർവഹിക്കേണ്ടത് അദാനിയാണ്. ഈ അദാനിക്ക് വേണ്ട കല്ലിനുള്ള പാരിസ്ഥിതിക അനുമതി കൊടുക്കേണ്ടത് സർക്കാരാണ്. എന്ന് പറഞ്ഞാൽ അദാനി ഇതാ അവിടെ കല്ലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പാരിസ്ഥിതിക അനുമതി തൊട്ട് അതിനു വേണ്ടിയുള്ള പേപ്പറുകൾ സംസ്ഥാന സർക്കാർ നീക്കി കൊടുക്കണം. അത് സർക്കാർ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അദാനി പണിത PPP മോഡലിൽ അദാനി നിർവഹിക്കേണ്ട പോർട്ടിന്റെ പ്രവൃത്തി അതവർ നിർവഹിച്ചു. പക്ഷെ സർക്കാർ നിർവഹിക്കേണ്ട പദ്ധതികൾ ഏതാണ്? റോഡ്, റെയില്, ഇൻഫ്രാസ്ട്രക്ചർ, സീ ഫുഡ് പാർക്ക്, വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ, ഇതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ ഇത് ചെയ്യാത്ത സർക്കാരിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട് ചെയ്യാത്ത സർക്കാരിനെ നമുക്ക് എങ്ങനെ ഇവരാണ് ഇതിന്റെയൊക്കെ മൊത്തക്കച്ചവടക്കാർ എന്ന് പറയാൻ സാധിക്കും? അതുകൊണ്ടാണ് ഈ പദ്ധതിയുടെ മൊത്തക്കച്ചവടക്കാരാവാൻ ഭാവിക്കുന്നവരെ മമ്മൂഞ്ഞുമാർ എന്ന് UDF ഇവിടെ വിളിക്കുന്നത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? വിലാസ് ബാബു, അങ്ങനെ എല്ലാവരെയും അംഗീകരിക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചത്? നൽകിയ പരസ്യത്തിൽ ഇത് കേരളത്തിലെ ഏതെങ്കിലും സർക്കാരിനോ മുന്നണികൾക്കോ ഇപ്പോഴുള്ള സർക്കാരിനോ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ലല്ലോ.
കേന്ദ്രം ഒരു പദ്ധതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടോടുകൂടി കേന്ദ്രത്തിൻ്റെ വിവിധ അനുമതികളോടുകൂടി കേന്ദ്രം സ്പീഡായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളോടുകൂടി ഒരു പദ്ധതി ഭംഗിയായിട്ട് നടക്കുമ്പോൾ ഇപ്പോൾ സാഗർമാല പദ്ധതി കേന്ദ്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിൽ വരുന്നതാണ്. ബാലരാമപുരം കണക്ടിവിറ്റിയുള്ള തുരങ്കം പദ്ധതി അത് സാഗർമാല പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ്. വിവിധ പദ്ധതികളുമായി ബന്ധപ്പെടുത്തി കേന്ദ്രം ചെയ്യുന്ന പരിപാടി സ്വാഭാവികമായിട്ട് ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനവുമായിട്ട് സഹകരിച്ച് തന്നെയാണ്. അല്ലെങ്കിൽ സംസ്ഥാനം തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. കേന്ദ്രം അത് കേന്ദ്രത്തിൻ്റെതായ സംസ്ഥാനത്തിന് പരസ്യം കൊടുക്കും. നിങ്ങൾ അതിലൊന്നൊരു കുത്തിത്തിരിപ്പ് കണ്ട് അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ ഇനി കുറച്ച് കുറ്റം അബിൻ വർക്കിയുടെ കാലഘട്ടത്തെക്കുറിച്ച്, ഞാൻ കുറച്ച് കുറ്റം അരുൺകുമാറിൻ്റെ കാലഘട്ടത്തിലെ കുറിച്ച് പറഞ്ഞു എന്നും പറഞ്ഞു. ഞാൻ ഇന്ന് കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന്. ഞാൻ നാളെ നടക്കാൻ പോകുന്ന വലിയൊരു നാഴികക്കല്ലാണ് അത്. ഷാനിയും അത് അതിൻ്റെ സെൻസിലെടുത്ത് ഗംഭീരമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു പദ്ധതി ഉണ്ടാകുന്ന സമയത്ത് അത് കേന്ദ്രവും കൃത്യമായ പങ്കാളിത്തമുണ്ട്, സംസ്ഥാനത്തിനും കൃത്യമായ പങ്കാളിത്തമുണ്ട്, ബാക്കി ഈ അദാനിക്കും അതിൽ കൃത്യമായ പങ്കാളിത്തമുണ്ട്. ഇനി നാളെ മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ജനങ്ങൾക്കും അതിൽ ഗുണകരമായ പങ്കാളിത്തമുണ്ട്. അപ്പോൾ അതിനതിന്റെ പോസിറ്റീവ് സൈഡ് എടുക്കുന്നു. ഒരു ദിവസത്തെ ചർച്ചയെങ്കിലും തമ്മിൽ തല്ലില്ലാണ്ട് പോട്ടഷാനി തർക്കത്തിനല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. മിസ്റ്റർ പച്ചാളം, നായകനായിട്ട് അഭിനയിക്കുന്ന ആളും സംവിധായകനും തമ്മിൽ ഒരു ധാരണയെങ്കിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടേ പോകൂ. നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നില്ലേ? ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോഴാണ് അതിന്റെ ശില്പികൾ ആരൊക്കെയാണോ അവരേറ്റവും നന്നായി അംഗീകരിക്കപ്പെടേണ്ടത്. അങ്ങനെ ചെയ്യാതിരിക്കുന്ന അനീതിയാണ്. അപ്പോൾ നമ്മൾ സന്തോഷിച്ചങ്ങ് പോയാൽ പോരെ, മിണ്ടാതിരുന്നൂടെ ചോദിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും കൃത്യമായി ആ പദ്ധതി പ്രാവർത്തികമാക്കിയവരെ യഥാവിധി അംഗീകരിക്കുക, അവരെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് അനീതിയാണ്. അത് നടക്കാതിരിക്കുന്നത് അനീതിയാണ്. പോട്ടെ, താങ്കൾ എന്തായാലും കുറ്റം പറയാൻ ഇല്ലാത്തത് കൊണ്ട് കേന്ദ്രത്തിനെ കുറ്റം പറയാൻ ഒരു മിനിറ്റ് സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ മുന്നണികൾക്കും ഉണ്ടെങ്കിലും ഒരു കാര്യം ശ്രീലാസ് ബാബു, എന്റെ ചോദ്യം പൂർണ്ണമാക്കട്ടെ. താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നാളെ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന് ക്ഷണമുണ്ട് എങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ലിസ്റ്റിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം അതിൽ പങ്കെടുക്കും, അതിൽ സംശയമില്ല. അത് ഏത് ക്ഷണമുള്ള കാര്യത്തിലാണെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കും. അത് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിക്കോട്ടെ, ഏത് കാര്യമാണെങ്കിലും BJP ആ വികസനത്തിൻ്റെ ഒപ്പം ഉണ്ടാവും. വികസിത ഭാരതം എന്ന് പറയപ്പെടുന്ന സങ്കല്പത്തിൽ വികസിത കേരളവും ഒരുമിച്ച് നിന്ന് പോകണമെന്നുള്ള വലിയ കോൺസെപ്റ്റിൽ ഏറ്റവും വലിയ ആഗ്രഹമായി നടക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ. സ്വാഭാവികമായിട്ട് വികസിത കേരളത്തിൻ്റെ വലിയ ഒരു നാഴികക്കല്ല് തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത്. വികസിത ഭാരതത്തിന്റെ ഒപ്പം വികസിത കേരളവും മുന്നോട്ട് പോട്ടെ. ഷാനി, എന്താ കുഴപ്പം? ചന്ദ്രശേഖരന് വല്ല പങ്കെടുക്കരുത് എന്ന് വല്ല സംഭവങ്ങളുണ്ടോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ പങ്കെടുപ്പിക്കണമെന്ന് ഇവിടുന്ന് പാർട്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ PMO ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ? അത് അങ്ങോട്ട് ആവശ്യപ്പെട്ടാലും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാലും നാളെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിന്റെ വലിയൊരു മാറ്റം വരുമ്പോൾ, വികസിത കേരളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വലിയൊരു വളർച്ച അല്ലെങ്കിൽ വലിയൊരു വികസനം വരുന്ന സമയത്ത് കേരളത്തിന്റെ തന്നെ വലിയ സാമ്പത്തിക തൊഴിലിൽ ടൂറിസം മേഖലയിൽ വരുന്ന മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയിൽ കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റും കാണേണ്ട കാര്യമില്ല. അതിലൊന്നും വെറുതെ നിങ്ങൾ കയറിയിട്ട് അതും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം പങ്കെടുക്കും. ഇനി അങ്ങോട്ട് അയച്ചതാണോ ഇങ്ങോട്ട് അയച്ചോന്നൊന്നും നിങ്ങളായിട്ട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കത്ത് എഴുതി മറുപടി അയക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്, ലിസ്റ്റിലുണ്ടെങ്കിൽ അദ്ദേഹം പോയി അതിൽ പങ്കെടുക്കും. നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണ് ഷാനി? ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കല്ലെന്ന് വെറുതെ തമ്മിൽ തല്ലി ഈ നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മൾ പോസിറ്റീവായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പരിപാടി നടക്കുന്ന ദിവസം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആരാണെന്ന് അറിയണമെങ്കിൽ ഇന്ന് താങ്കളുടെ പാർട്ടിയുടെ തന്നെ ശ്രീ ഉല്ലാസ് ബാബു നാടൻ ഭാഷ എന്ന മട്ടിൽ അപമര്യാദയായി സംസാരിക്കാനൊന്നും നടക്കില്ല. അത് നടക്കില്ല, അത് വേറെ കാര്യം. ശ്രീ ഉല്ലാസ് ബാബു, അതായത് കൃത്യമായ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിൽ നാടൻ ഭാഷ എടുത്തുകൊണ്ടൊരു കാര്യമില്ല. താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ അടക്കം ഇന്ന് എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്? നല്ല കാര്യങ്ങൾ മാത്രം പറയാനോ? ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട, നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? അല്ല, കുശുമ്പ് പറയാൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് കാര്യം? നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഇതിനെ ക്രെഡിറ്റ് ഒക്കെ എടുത്ത് ഭയങ്കര പോസിറ്റീവായി ഇപ്പോൾ കേരളത്തിന്റെ വികസിത ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് റോൾ? നിങ്ങൾ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ പദ്ധതിയിൽ? അത്രയ്ക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കല്ലേ തലേ ദിവസം വന്നിട്ട്? എന്റെ പൊന്നു ഷാനിയെ, അല്ല
അയ്യോ, ഷാനിയുടെ സമ്മതോ ഷാനിയുടെ തിട്ടൂരൊന്നും വേണ്ട. എനിക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കാനും ഇതാണ് പോസിറ്റിവിറ്റി എന്ന് താങ്കൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം ശ്രീ ഉല്ലാസ് ബാബു. ബിജെപിക്ക് ഷാനിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ശ്രീ ഉല്ലാസ് ബാബു, പക്ഷെ ഒരു കാര്യം, ബിജെപിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടി വരില്ല. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം എന്താണ് എന്ന ചോദ്യവും കേന്ദ്ര സർക്കാർ ആകെ നൽകിയ 817 കോടി രൂപ ഏത് രീതിയിലാണ് തിരിച്ചാവശ്യപ്പെടുന്നത് എന്നതും അടക്കം കേരളത്തിന് മുന്നിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തലേ ദിവസം വന്ന് നമുക്ക് ഒന്നായി സന്തോഷിച്ച് പോയിക്കൂടെ, നാളെ വിഴിഞ്ഞമല്ലേ സ്വപ്നമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇല്ലാതാവില്ല. കേന്ദ്രം കേരളത്തോട് ഈ പദ്ധതിയുടെ കാര്യത്തിൽ ചെയ്ത അനീതി താങ്കൾ എത്ര പോസിറ്റിവിറ്റി വാരി വിതറിയാലും അത് അതേപടി ഉണ്ടാവില്ല. എന്തെങ്കിലും എടുത്ത് കുത്തിക്കേട്ടി തന്നെ വായിക്കാത്ത നീ ഇവിടെ കിടന്ന് നരകിച്ചപ്പോ നന്നായി കാണുമെന്ന് കരുതിയത് എന്റെ തെറ്റ്. ചെരിപ്പെടുത്ത് എന്റെ ചെവ് കുറ്റിക്ക് അടിക്കണം. ഞാനതൊന്നും ചെയ്യില്ല. പരസ്പര വിരോധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കേന്ദ്രത്തിന്റെ വികസിത ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ വികസിത ഭാരതത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിൽ രാജ്യത്തെ അവരാരെങ്കിലും ഇതുപോലെ സംസാരിച്ചോ ശ്രീ ഉല്ലാസ് ബാബു? അവരാരെങ്കിലും ഇത്തരത്തിലാണോ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഉത്തരമില്ലാത്തപ്പോൾ ബിജെപിയോടുള്ള പ്രശ്നം എന്ന് വരുത്തി താങ്കൾ എത്ര നേരമായി താങ്കൾ മോശമായിട്ടാണ് സംസാരിക്കുന്നത്? ബിജെപിയുടെ കേന്ദ്ര സർക്കാർ, ബിജെപിയെ കുറിച്ചും കേന്ദ്ര സർക്കാരിനെ കുറിച്ചുമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആകാം, നാളെ മുതൽ ഇങ്ങനെയാവാം അങ്ങനെയാവാം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ഇല്ലാതാകില്ല. പോസിറ്റീവ് അല്ലേ? പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്ക് എന്താണ് എന്നതടക്കമുള്ള ചോദ്യം അവിടെ തന്നെ ഇരിക്കും. അത് എപ്പോൾ വേണമെങ്കിലും ചർച്ചയാവുകയും ചെയ്യും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. കേരളത്തിൽ ആയിക്കോട്ടെ, കേരളത്തിൽ ഒരു വികസനം ഗംഭീരമായി നടക്കുമ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന ആദരണീയ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 10 വർഷം കൊണ്ട് നിങ്ങൾ അതിനുശേഷമുള്ള പ്രവർത്തനം 9 വർഷം ആയിട്ടാണല്ലോ ഏറ്റവും കൂടുതലുള്ള ഇതിന്റെ വിവിധ പേപ്പറുകൾ, വിവിധ സാങ്ഷനുകൾ, വിവിധ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇതിന്റെ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കണക്ടിവിറ്റിക്ക് സർക്കാർ അപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ 812 കോടിയാണെങ്കിൽ 812 കോടി രൂപയുടെ കാര്യങ്ങൾ. ഒരു കേന്ദ്ര സംവിധാനം വികസിത ഭാരതത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളും അതിന്റെ ഭാഗമാകണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ കൃത്യമായിട്ട് തന്നെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തന്നെ കൃത്യമായി സ്പീഡോടുകൂടിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കേന്ദ്രത്തിനും വ്യക്തമായ പങ്കാളിത്തമുണ്ട് എന്ന് ബോധ്യമില്ലാത്ത ആളല്ല ഷാനി. അത് അംഗീകരിക്കാതിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമായിരിക്കും. അതിലേക്ക് വിരോധവുമില്ല. ഞാനൊരു കാര്യം കേരളത്തിന്റെ വികസിത ഭാരതത്തിന്റെ ഭാഗമായുള്ള ഈ പ്രവൃത്തിയിൽ കേന്ദ്ര സർക്കാർ 817 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി നൽകിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അത് ഗ്രാൻഡായി നൽകുമ്പോൾ കേരളത്തിന് മാത്രം തിരിച്ചടയ്ക്കണം വായ്പയാണ് എന്ന് പറഞ്ഞാണ് നൽകിയിട്ടുള്ളത് എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നാളെ വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ വസ്തുതകളൊന്നും വസ്തുതകളല്ലാതാവുകയോ ആ കാര്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയുന്നതോ അല്ല എന്നതും യാഥാർത്ഥ്യം. പക്ഷേ ശ്രീ അരുൺകുമാർ, താങ്കളുടെ പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യത്തിലുള്ള ചോദ്യങ്ങൾ പോലും കേന്ദ്ര സർക്കാരിനോടില്ല. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാത്ത, ജനപ്രതിനിധി അല്ലാത്ത ബിജെപി സംസ്ഥാന അധ്യക്ഷനെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം എന്ന് PMO തീരുമാനിക്കുമ്പോഴും നിങ്ങൾക്ക് മറുചോദ്യങ്ങളില്ല. നിങ്ങളുടെ എല്ലാ മറുചോദ്യങ്ങളും വിഴിഞ്ഞം പദ്ധതിയിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തറക്കല്ലിടുന്നത് വരെയാണെങ്കിൽ അവിടെ വരെ നിർണായകമായി എത്തിച്ച കോൺഗ്രസിനോടാകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ അരുൺകുമാർ? ഒരിക്കലും ഇല്ല. ഈ പറയുന്ന പ്രസ്താവനയ്ക്ക് ഒരു മെറിറ്റും ഇല്ല. നീ എന്താ ആലോചിക്കുന്നത് മുതലാളി? ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ? ഇപ്പൊ ഇന്ന് തിരുവനന്തപുരം പട്ടണത്തിൽ മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ പ്രചരിച്ചിരിക്കുക. ആ ബോർഡ് ഞാൻ കാണിക്കാം. ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിലുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ. അതിന്റെ തൊട്ട് താഴെ, ഏറ്റവും താഴെയുള്ള മനോഹരമായ ഫോട്ടോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഫോട്ടോയാണ്. LDF മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇല്ല, തുറമുഖ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല, കേരളം എന്ന വാക്കില്ല, കേരളത്തിന്റെ ഒരു പദ്ധതിയാണെന്നില്ല. എല്ലാം കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതി എന്ന രൂപത്തിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. കൃത്യമായി നമുക്കറിയാമല്ലോ, ഇവിടെ R. ശങ്കർ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ
അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേരടക്കം ഉണ്ടായിരുന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ ചരിത്രമുണ്ട്. ആ ഒഴിവാക്കിയ ചരിത്രം ഉണ്ടായിട്ട് ആ പ്രതിമ വച്ചവർ വിളിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞ സാഹചര്യം വരെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ ഓഫീസ് തീരുമാനിക്കുമ്പോൾ ആരൊക്കെ വേണം എന്തൊക്കെ വേണം എന്ന് അവർ ഒരു നിർദ്ദേശം തന്നാൽ അത് അംഗീകരിച്ചേ പറ്റൂ. ഇത് കൃത്യമായി പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുന്നത്. ആഗ്രഹം കൊള്ളാം. എല്ലാം എന്റെ തലയെ കെട്ടിവെച്ചിട്ട് വെളുപ്പിനെ മുങ്ങാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ അളിയനൊന്ന് ഏപ്രിൽ ഫുള്ളാക്കിയതല്ലേ ആയില്ല. ഈ സെപ്റ്റംബറിലോ? ഇതിലെല്ലാം ഞങ്ങളുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം ചർച്ചയുടെ ഭാഗമായി പറഞ്ഞതിൽ ഒരു തരത്തിലുള്ള ആക്ഷേപം പറയാനും ഞാൻ ശ്രമിച്ചില്ല. പക്ഷെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് താങ്കൾ വീണ്ടും ചോദിച്ചു, കല്ലിട്ടത് വരെ സമ്മതിച്ചു, 2015 ഡിസംബർ വരെയുള്ള കാര്യം സമ്മതിച്ചു. എന്നാൽ 9 വർഷം കൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് LDF ഗവൺമെന്റ് അല്ലേ, സഖാവും പിണറായി വിജയന്റെ നേതൃത്വത്തിലല്ലേ എന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞേ? അവിടെ പ്രഖ്യാപിച്ച റോഡ് വന്നില്ല, റെയിൽവേ പണി പൂർത്തിയായില്ല, അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല, ആ ജനങ്ങൾക്ക് പരാതിയുണ്ട് എന്ന രൂപത്തിലാ. അപ്പോഴും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ആ യാഥാർത്ഥ്യത്തെ അദ്ദേഹം തള്ളി പറഞ്ഞു, അതിലേക്ക് മാത്രം കടന്നില്ല. എന്താണ് മിസ്റ്റർ, ഈ കേരളത്തിൽ കഴിഞ്ഞ 9 കൊല്ലമായി നടന്ന വികസന പ്രവർത്തനങ്ങളെ എല്ലാം നമ്മൾ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്തില്ലേ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കല്ലിട്ടാൽ കപ്പലോടില്ല എന്ന് പറഞ്ഞ എന്റെ പ്രയോഗം തെറ്റിപ്പോയി എന്ന് ആങ്കർ സൂചിപ്പിച്ചു. ആ പ്രയോഗം ശരിയാണ്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. താങ്കൾ പറഞ്ഞത് ഒരു കല്ലിട്ടു എന്നാണ്. പറ്റിപ്പോയടാ, വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഒരു കല്ലിട്ടു, UDF സർക്കാരിന്റെ കാലത്ത് ഒരു കല്ലിട്ടു, ആ കല്ല് അവിടെ കിടന്നു എന്നാണ്. ഇങ്ങനെയാണ് ഒരു പദ്ധതിയുടെ പ്രവർത്തന വഴിയിൽ ഏറ്റവും നിർണായകമായി ഇടപെട്ട ആളുകളെ അംഗീകരിക്കേണ്ടത്? ഉമ്മൻചാണ്ടി ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു കല്ലിട്ടു, ആ കല്ല് അവിടെ കിടന്നു എന്ന പ്രയോഗമാണോ അർഹിക്കുന്നത്? ഒറ്റ കാര്യം ഞാൻ പറയാം. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇതിന്റെ നാൾ വഴി 1991 മുതലാണെന്ന് പറഞ്ഞ് വിവരിക്കുമ്പോ ഈ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി 2004 ഇതിന്റെ കരാർ എടുത്തിരുന്നു. ആ കരാറ് കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുക. എന്തുകൊണ്ടാണ് കേന്ദ്രം അതിന് അനുമതി കൊടുക്കാതിരുന്നത്? ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചൈനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ കമ്പനിയുണ്ട്, അതുകൊണ്ട് അനുവാദം കൊടുത്തു. ആ 2004 ആ നിർമ്മാണ പ്രവർത്തനത്തിന് കേന്ദ്രം അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ എന്നത് പൂർത്തിയാകുമായിരുന്നു. അതിനുശേഷം പാരിസ്ഥിതിക അനുമതി 2010 LDF ആവശ്യപ്പെടുമ്പോൾ ആരാണ് കൊടുക്കാതിരുന്നത്? കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ലേ കൊടുക്കാതിരുന്നേ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആ കൊടുക്കാതിരുന്ന പാരിസ്ഥിതിക അനുമതി 2015 കിട്ടുന്നു. ഈ പദ്ധതി വൈകിപ്പിച്ചതെല്ലാം ഓരോ ഘട്ടത്തിലും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ മുഴുവൻ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഇതാണ്, അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ആകുമായിരുന്നല്ലോ, ഇന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ, പിണറായി വിജയന്റെ കാലത്ത് കുറച്ചുകൂടി വേഗത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നില്ലല്ലോ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി നിൽക്കുന്ന സമയത്താണ് അതിൽ ഉണ്ടാകാം തടസ്സങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, വിമർശനങ്ങൾ ഉണ്ടാകാം. പക്ഷെ യാഥാർത്ഥ്യമാക്കിയവരുടെ പേര്, ചരിത്രത്തിൽ നിലനിൽക്കുന്ന പേര് അംഗീകരിക്കാതിരിക്കുന്നത് രാഷ്ട്രീയ മര്യാദയാണോ എന്ന ചോദ്യം ഉണ്ടാകുന്നത്. ശ്രീ അബിൻ വർക്കി, അത് UDF-നും ബാധകമാണോ ചോദ്യം? നീ എന്ത് കണ്ടിട്ടാ മാമച്ചനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞത്? അയാളുടെ കള്ളും മേടിച്ചു കുടിച്ചിട്ട് അയാൾക്ക് സന്തോഷമുള്ള എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? എന്താ ജോസേ? അല്ല, തീർച്ചയായും ഞാൻ ഒന്നാമത്തെ കാര്യം, ഇവിടെ ശ്രീ അരുൺകുമാർ പറഞ്ഞത് തെറ്റാണ്. കാരണം താങ്കൾ എന്നോട് ചോദിച്ചു 10 കൊല്ലമായിട്ടുള്ള ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇതിനകത്ത് ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 10 കൊല്ലമായി ഭരിക്കുന്ന സർക്കാരിനും അതിൻ്റെതായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വാക്കുകൾ വേണമെങ്കിൽ പുനർപരിശോധിക്കാം, നിങ്ങൾ നേരത്തെ എടുത്ത വീഡിയോ ഒന്നുകൂടി കണ്ടാൽ മതി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇതിന്റെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇവർ അംഗീകരിക്കുന്നില്ല എന്നാണ് അരുൺകുമാറും പറയുന്നത്. ഇന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും പറയുന്നത് 2023 ഇതിനു മുമ്പ് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി എന്ന പേര് പോലും ഇവരാരും ഉച്ചരിച്ചില്ലല്ലോ. അവിടെയല്ലേ ഇവിടുത്തെ പ്രശ്നം, അവിടെയല്ലേ ഇതിന്റെ ക്രെഡിറ്റിന്റെ തർക്കം തന്നെ വരുന്നത്. ഇതിനു മുമ്പ് കൊച്ചി ഇപ്പൊ കല്ലിട്ട് പോയി. കൊച്ചി മെട്രോയുടെ ഏതാണ്ട് 80% പണി പൂർത്തീകരിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ. ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടിയെ വിളിച്ചിരുന്നോ ഷാനി? മാമച്ചിനിട്ടുള്ള വല്ല പണിയായിരിക്കും. ജോസിനിട്ടുള്ളതാണെന്ന് പറ. സാധാരണ മാമച്ചനിട്ട് വയ്ക്കുന്ന പണിയെല്ലാം അവന് തന്നെയുള്ള കിട്ടാറുള്ളത്. കേരളം മുഴുവൻ ഓർക്കുന്നുണ്ടല്ലോ, ഉമ്മൻചാണ്ടിയെ വിളിക്കാത്തത് കാരണം ഞങ്ങൾ പോയി ജനകീയ ഉദ്ഘാടനം നടത്തിയതാണ്. അങ്ങനെയുള്ള CPM ആണ് ഇത് പറയുന്നത് എന്നത് ഓർക്കണം. ഇനി രണ്ടാമത്തെ കാര്യം,
2004 മാത്രമല്ല ശ്രീ അരുൺകുമാർ, ഇതിന്റെ ആദ്യത്തെ കരാർ വെക്കുന്നത് 1995 കുമാർ എനർജി കോർപ്പറേഷനുമായിട്ടാണ് കരാർ വെക്കുന്നത്. ആ കരാർ തന്നെ 2001 നടന്നില്ല. 2004 ഇനിയിപ്പോ താങ്കൾ പറയുന്നത്, താങ്കളുടെ ചരിത്രബോധത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, കാരണം താങ്കൾ ചരിത്രബോധമൊക്കെ ഉള്ള ആളാണ്, താങ്കൾക്ക് തെറ്റുപറ്റിയതാവാം. 2004 UPA സർക്കാർ ഭരിക്കുമ്പോൾ CPM അല്ലേ സാർ പുറത്തു നിന്ന് ഭരിക്കുന്നത്. ഇനി സൂം ഡെവലപ്പേഴ്സിന് ഇവിടെ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അന്നത് നടക്കുമായിരുന്നു എന്ന് CPM-ന് തോന്നിയാൽ CPM-ന് ഒരു പ്രഷർ ചെലുത്താമായിരുന്നല്ലോ. എന്തിയെ CPM പ്രഷർ ചെലുത്താതിരുന്നത്? ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് CPM-ന് ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ അന്നത്തെ ഒരു 2004 ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് അന്നത് കോൺഗ്രസ് അംഗീകരിക്കേണ്ടി വരുമായിരുന്നല്ലോ. എന്തിയെ CPM ചെയ്യാതിരുന്നത്? ഇപ്പൊ അതല്ലല്ലോ തർക്കം. എന്റെ തർക്കത്തിന്റെ പ്രശ്നം ഒന്ന് മാത്രമേ ഉള്ളൂ. കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്നെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലേ? എന്നാ ശരി. കാലാകാലങ്ങളിൽ മാറി വന്ന സർക്കാരുകൾക്ക് വിഴിഞ്ഞത്തിന്റെ ഭാഗത്ത് ക്രെഡിറ്റ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പദ്ധതി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, CP രാമസ്വാമി അയ്യരുടെ കാലഘട്ടം തൊട്ട് 2015 നവംബർ 1 വരെ, അതാണല്ലോ തറക്കല്ലിട്ട ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീ അരുൺകുമാർ 2015 നവംബർ 1 എന്ന ഡേറ്റ് ഫിക്സ് ചെയ്തു. CP രാമസ്വാമി അയ്യരുടെ കാലഘട്ടം തൊട്ട് നമ്മൾ ആഗ്രഹിച്ചു സ്വപ്നം കണ്ട പദ്ധതിയുടെ എല്ലാവിധ പേപ്പറുകളും ശരിയാക്കി തറക്കല്ലിട്ടത് 2015 നവംബർ മാസം 1-ാം തീയതി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതിന്റെ ഭൂരിഭാഗം പേപ്പർ വർക്കുകളും ഭൂരിഭാഗം പണികളും, അതായത് പാരിസ്ഥിതിക അനുബന്ധി, ടേംസ് ഓഫ് റെഫറൻസ്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിന്റെ എല്ലാ പേപ്പർ വർക്കും ആ പേപ്പർ വർക്കുകൾ നടത്തി തറക്കല്ലിട്ടത് 2015 നവംബർ മാസം 1-ാം തീയതി ഉമ്മൻചാണ്ടിയാണ്. ആ കാര്യം നിങ്ങൾ അംഗീകരിക്കണമെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അതിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ട് എന്നാ പറഞ്ഞോളൂ. കാരണം ഒരു പദ്ധതി തറക്കല്ലിട്ടതിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ കമ്മീഷനിങ്ങിലേക്ക് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയനും ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു അങ്ങനെ ഒരു പരസ്പര രാഷ്ട്രീയ ഔന്നത്യം പുലർത്താനുള്ള സ്പേസ് ഇവിടെ ഇല്ലേ ശ്രീ അബിൻ വർക്കി? എനിക്ക് മനസ്സിലായി വൃത്തിയേട്ടവനെ. മനുവിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലും ഇതിന്റെ മുന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലും അത് പറഞ്ഞു കഴിഞ്ഞു. ശ്രീ പിണറായി വിജയന്റെ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിന് അതിൻ്റെതായ പങ്കുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ 10 കൊല്ലത്തെ സർക്കാർ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് പറയാൻ കാരണം എന്താണ്? ഞാനൊന്ന് പറയട്ടെ ശ്രീ അരുൺകുമാർ. എന്റെ അരുൺകുമാറെ, PPP മോഡലിൽ ആ തുറമുഖം പണിയുന്നതിന്റെ കോൺട്രാക്ട് അദാനിക്കാണ്. അത് അദാനി പണിതു. നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ കപ്പലോട്ടത്തിലേക്ക് പോകേണ്ട റോഡ് 2 കിലോമീറ്റർ റോഡ് സർക്കാർ പണിതോ? അങ്ങോട്ട് പോകേണ്ട 4 കിലോമീറ്റർ റെയിൽവേ സർക്കാർ പണിതോ? അവിടുത്തെ സാധാരണക്കാർക്ക് ഒരു സീ ഫുഡ് ഫാക്ടറി ഉണ്ടാക്കുമെന്ന് 5 ഏക്കർ ഭൂമി കൈമാറ്റം ചെയ്തിട്ട് പോയതാ. നിങ്ങൾ പണിതോ? പക്ഷേ എന്ന് പറയുന്ന മര്യാദ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മുന്നണികൾ ചെയ്യേണ്ടതല്ലേ എന്നായിരുന്നു ചോദ്യം. നമുക്ക് ആരാണ് അംഗീകരിക്കാതിരുന്നത്? എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ. ഏറ് തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ. അക്രമാസക്തമായി. എല്ലാ അക്രമവും എന്റെ നേരേക്കായിരുന്നു എന്ന് മാത്രം. ചർച്ചയിൽ ശേഷിക്കുന്നത് 6.5 മിനിറ്റാണ്. 3 അതിഥികൾക്കും 2 മിനിറ്റ് വീതം. അവസാനമായി ശ്രീ ഉല്ലാസ് ബാബു, നാളെ പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന് വിഴിഞ്ഞം സമർപ്പിക്കുന്നത്. ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇത്രയും വർഷം എടുത്തത് കൊണ്ട് തന്നെ നാൾവഴികൾ, ചരിത്രം, ആരുടെയൊക്കെ പങ്കാളിത്തം എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട്. അത് കൃത്യമായ രീതിയിൽ പറയാതെ, അത് അംഗീകരിക്കാതെ, അവരെ ആദരിക്കാതെ ആരെങ്കിലും വിഴിഞ്ഞം പദ്ധതി ചടങ്ങിൽ സംസാരിക്കുമ്പോൾ അവരാണല്ലോ ജനങ്ങൾക്ക് മുൻപിൽ ചെറുതായി പോവുക. എനിക്കിഷ്ടമായി ഇച്ചിരി വഴക്കിടുന്നതൊക്കെ. ഇന്ന് വഴക്കിടും നാളെ വഴക്കിടുന്നു പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാ കാത്തിരിക്കുന്നേ? പ്രധാനമന്ത്രിയെങ്കിലും വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകുമോ? പരസ്യത്തിൽ കാണിച്ചതുപോലെ അല്ലാതെ. കേരളത്തിൽ 34 വർഷമായിട്ട് ഒരു പദ്ധതി ലാഗ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന വിവിധ സർക്കാരുകൾ LDF-ഉം UDF-ഉം മാറി മാറി വരുന്നു. അവസാന സമയത്ത് ഇതിൻ്റെ മറ്റേ കരാർ ഒപ്പിടുന്ന സമയത്ത് അത് ആരും ഇതിൻ്റെ ഇടയിൽ ബാബു മിനിസ്റ്ററുള്ള സമയത്ത് ഒരാൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. അത് അബിൻ വർക്കി കൃത്യമായിട്ട് അറിയാം. 2-3 തവണ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷം ഉമ്മൻചാണ്ടി മിനിസ്റ്റർ CM ആയിരുന്ന സമയത്താണ് അദാനി വരുന്നതും അദാനിയുമായിട്ട് രംഗത്ത് വരുന്നത്. പിന്നെ ഡൽഹിയിൽ പോയ സമയത്ത് സോണിയഗാന്ധിയും രാഹുൽ ഗാന്ധിയും
അദാനിയും അത് അംഗീകരിക്കാൻ പറ്റില്ല, അദാനി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ വേറെയുണ്ട്. അതേപോലെ തന്നെ UPA സർക്കാർ ഇരിക്കുന്ന സമയത്ത് കമ്പനിക്ക് അംഗീകാരം കൊടുക്കാത്ത വിഷയങ്ങളുണ്ട്. അങ്ങനെ നീട്ടിപ്പോയ നിരവധി സംഭവങ്ങളുണ്ട്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതല്ലല്ലോ അത്രേ ഉള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അയ്യോ, അതിനൊന്നും ആവശ്യമില്ല. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്റെ കൊച്ചിലോട്ടുള്ള ലൈൻ അതാ. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വരേണ്ടുന്ന കൃത്യമായ പേപ്പർ കാര്യങ്ങൾ അതിമനോഹരമായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും സർക്കാരുകൾക്ക് സപ്പോർട്ട് കൃത്യമായി കൊടുക്കുകയും വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായും അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് വിനിയോഗിക്കേണ്ട കാര്യം കൃത്യമായി വിനിയോഗിക്കപ്പെടുകയും അതെല്ലാം നാഷണൽ ഹൈവേ ആണെങ്കിൽ ഏതെല്ലാ കാര്യങ്ങളായാലും കേന്ദ്ര സർക്കാർ കേരളത്തിനോട് ഒരു ചിറ്റമ്മ കാണിച്ചിട്ടില്ല, പരിപൂർണമായിട്ട് സഹകരിച്ച് നിന്നിട്ടുള്ളൂ. കാരണം കേന്ദ്ര സർക്കാരിന്റെ നയം തന്നെ വികസിത ഭാരതം എന്നാണ്. വികസിത കേരളം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. അത് BJPയുടെ പ്രഖ്യാപിത നയമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നാളെ സമർപ്പിക്കാൻ പോകുന്നത് വലിയൊരു പദ്ധതിയാണ്. ആ പദ്ധതി വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഷാനി പറഞ്ഞ പോലെ തന്നെ ആരൊക്കെയാണോ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. എല്ലാവർക്കും അതിന്റെ വ്യക്തമായ പങ്കാളിത്തം അതിനകത്തുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെയൊക്കെ കഷ്ടപ്പാടുകൾ തന്നെയാണ്. പക്ഷെ 34 വർഷം നീണ്ടുപോയി എന്നുള്ളത് ഏത് അടിസ്ഥാനത്തിലാണെന്നുള്ളത് പിന്നീട് ദിവസം ചർച്ച ചെയ്യാന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് ആ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ബഹുമാനിക്കപ്പെടട്ടെ. ഇനി ആരെങ്കിലും ബഹുമാനിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ, ആദരിക്കുന്നില്ലെങ്കിൽ ആ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയ നേതൃത്വമാണ് ജനങ്ങളുടെ മുന്നിൽ ചെറുതായി പോകുന്നത്. ജനങ്ങൾ ക്രെഡിറ്റ് എടുക്കട്ടെ എന്ന് പറയുന്ന, ക്രെഡിറ്റ് ആർക്കെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാർ. പദ്ധതിയുടെ അവസാന ഘട്ടം പ്രാവർത്തികമാകുമ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാർ ആരൊക്കെ പദ്ധതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ, നേരത്തെ ഒരു ചടങ്ങ് ഓർമ്മയുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ സർക്കാരിന്റെ പ്രതിനിധികൾ ആരും പറഞ്ഞില്ല, മുഖ്യമന്ത്രി പറഞ്ഞില്ല, പക്ഷേ അദാനി പറഞ്ഞു. ഗൗതം അദാനി ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു. അവിടെ ചെറുതായി പോകേണ്ട ആവശ്യമുണ്ടോ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയത്തിന്? ഞങ്ങൾ പറയണത് മോൻ കേൾക്കണുണ്ട്. എങ്ങനെ കേൾക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. ഇല്ല, ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ 9 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ നേട്ടം എന്ന രൂപത്തിൽ ഇതിനെ ചിത്രീകരിക്കേണ്ടെന്നും ഈ ഗവൺമെന്റിന് മുമ്പ് 2011 മുതൽ 16 വരെയുള്ള ഗവൺമെന്റും 2006 മുതൽ 11 വരെയുള്ള ഗവൺമെന്റും മുൻകാല ഗവൺമെന്റുകളുടെ എല്ലാം തുടർച്ചയാണ് ഈ പദ്ധതി എന്നും അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് കേരളത്തിനാണ്, ജനങ്ങൾക്കാണെന്നും കൃത്യമായി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാ. പിന്നെ ഒറ്റ കാര്യം, ഇവിടെ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാകുന്നത് 8,867 കോടി രൂപയാണ്. അതിൽ സംസ്ഥാനം 5,592 കോടി രൂപ ചെലവഴിക്കുന്നു. 817 കോടി രൂപയായി കേന്ദ്രം തരുന്ന പണം തിരിച്ച് പിടിക്കുന്ന സാഹചര്യം, പലിശയായിട്ട് തിരിച്ചടക്കണം, വായ്പയായിട്ട് അടക്കണം. അപ്പൊ കേന്ദ്രത്തിന്റെ സഹായം ഒറ്റ രൂപ പോലുമില്ല, വട്ടപൂജ്യമാണ്. ഈ രാജ്യത്തെ 72 പദ്ധതികൾക്ക് ഇത്തരത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്രം കൊടുത്തു. 71 പദ്ധതികൾക്കും അത് തിരിച്ചടക്കേണ്ട, കേരളം മാത്രം അത് തിരിച്ചടക്കണം. ഇത് തന്നെയാണ് ദേശീയപാതയുടെ കാര്യത്തിലും ഉണ്ടായത്. 5,580 കോടി രൂപ ഈ 28 സംസ്ഥാനങ്ങളിൽ കേരളം മാത്രം എടുത്തു കൊടുത്ത് ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നു. UDFന്റെ കാലത്ത് അത് ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ആ പദ്ധതി പൂർത്തീകരിക്കുന്നത്, ആ തിരിച്ചു കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കാൻ കേരളം പണം മുടക്കി ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് നമ്മൾ കണ്ടുക. എല്ലാ വികസന കാര്യത്തിലും LDFന്റെ സ്ഥിതി ഇതാണ്. കേന്ദ്രം അവഗണിക്കുന്നു, പ്രതിപക്ഷത്തിന്റെ പിന്തുണ കിട്ടുന്നില്ല, കള്ളക്കേസും കൊടുത്ത് ഹൈക്കോടതിയിൽ പോകുന്നു, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് കൊടുക്കുന്നു. എന്നിരുന്നാലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് പോവുകയാണ്. അതുകൊണ്ട് 3ാം ഘട്ടമാകുമ്പോഴേക്കും ഇവിടെ റെയിൽ കണക്ടിവിറ്റി പൂർത്തീകരിക്കും, റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കും. ഒരാൾക്ക് പോലും പരാതിയില്ലാത്ത ഒരു പദ്ധതിയായിട്ട് വിഴിഞ്ഞം പദ്ധതിയെ മാറ്റും. അവിടെ സ്ഥലം നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ജോലി കൊടുക്കും. അവർക്ക് കൊടുത്ത വാക്ക് മുഴുവനായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തു എന്നതുകൊണ്ടാണ് ആ ജനങ്ങൾ മുഴുവൻ കൂടെ നിൽക്കുന്ന സാഹചര്യം. പിണറായി വിജയനെ അങ്ങ് കെട്ടിച്ച് കണ്ണൂർക്ക് വിടുമെന്ന് പറഞ്ഞവരും വിമോചന സമരം രണ്ടാമത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞവരുമെല്ലാം ലജ്ജിച്ച് തലതാഴ്ത്തുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പഴയ കാലമൊക്കെ സാർ ഇത്ര വേഗം വേണ്ടാത്തൊന്നും നീ എന്നെ ഓർപ്പിക്കണ്ട. ഇവിടെ നിന്നല്ല, എനിക്ക് പരിചയമുള്ള ഒരിടത്തും നിന്നെ പണിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങുന്നോ അതോ ഞാൻ ചവിട്ടി ഇറക്കണോ? ഇറങ്ങടാ, ഇറങ്ങടാ. എന്താ നോക്കി പേടിപ്പിക്കുന്ന? കൊള്ള, വിഴിഞ്ഞം രാജ്യാന്തര ഗൂഢാലോചന തുടങ്ങി CPMന്റെ മുഖപത്രം തന്നെ ഇറക്കിയ 1ാം പേജുകൾ ഓർമ്മിപ്പിക്കാം. പക്ഷേ അതെല്ലാവരും ചോദിച്ചിട്ടുണ്ട്. എല്ലാ പദ്ധതികളുടെയും സമയത്ത് അന്യോന്യം ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഒടുവിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോഴാണ് അതിനുള്ള പരിഹാരമാകുന്നത്, പ്രായോഗിക പരിഹാരമാകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ ക്രെഡിറ്റ് ആർക്കാണെന്ന് ജനതയ്ക്ക് ഓർമ്മയുണ്ടാവില്ലേ?
കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഇനി അതൊന്നും ഓർമ്മിപ്പിക്കുന്നില്ല, കടൽ കൊള്ള ഓർമ്മിപ്പിക്കുന്നില്ല. 2015 ഇതിന്റെ തറക്കല്ലിടുന്ന ദിവസം 6000 രൂപയുടെ അഴിമതിയാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത CPM-ന്റെ നിലപാട് ഓർമ്മിപ്പിക്കുന്നില്ല, ഇവർ ചോദിച്ച ചോദ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ല, ഒന്നും ഓർമ്മിപ്പിക്കുന്നില്ല. വളരെ കൃത്യമായി ശ്രീ അരുൺകുമാർ പറഞ്ഞതിനോട് ഞാൻ അനുകൂലിക്കാം. കാരണം എന്താ? ഒന്ന്, 5 കിലോമീറ്റർ റെയിൽ കണക്ടിവിറ്റി പൂർത്തീകരിച്ചിട്ടില്ല. 5 കിലോമീറ്റർ റെയിൽ കണക്ടിവിറ്റി പൂർത്തീകരിക്കേണ്ട സർക്കാർ പൂർത്തീകരിച്ചിട്ടില്ല. 2 കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കേണ്ട സർക്കാർ പൂർത്തീകരിച്ചിട്ടില്ല. പുനരധിവാസ പദ്ധതി പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. അവിടെ ഒരു ഹാർബർ വന്നിട്ടില്ല, അവിടെ സീ ഫുഡ് പാർക്ക് വന്നിട്ടില്ല എന്നത് ശ്രീ അരുൺകുമാർ ഇപ്പൊ പറഞ്ഞ് തീർത്ത കാര്യങ്ങളാണ്. അത് പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു. അപ്പോഴാണ് എന്റെ ചോദ്യം വരുന്നത്. എല്ലാരും വിളിച്ചു. ഒരു PPP മോഡൽ പദ്ധതിയിൽ ഒരു വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് കൊടുത്തത് അദാനി പോർട്ടിനാണ്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സർക്കാരിനായിരുന്നു. കൺസ്ട്രക്ഷൻ വർക്ക് അദാനി പൂർത്തീകരിച്ചു, ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് സർക്കാർ പൂർത്തീകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 കൊല്ലക്കാലം കൊണ്ട് 2 കിലോമീറ്റർ റോഡും 5 കിലോമീറ്റർ റെയിൽപാതയും ഒരൽപ്പം ജോലി കുറച്ച് ആളുകൾക്ക് പുനരധിവാസ പദ്ധതി കൊടുക്കേണ്ട 9 കൊല്ലം കൊണ്ട് കൊടുക്കേണ്ട ഒരു സർക്കാർ അത് കൊടുക്കാതെ ഇത് മുഴുവൻ ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കാനാണ്? ഇതേ ഞാൻ ചോദിച്ചോളൂ. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു. ശ്രീ അരുൺകുമാർ അതിന് ഉത്തരം പറഞ്ഞു. റോഡും പൂർത്തീകരിച്ചില്ല, റെയിലും പൂർത്തീകരിച്ചില്ല, പുനരധിവാസ പദ്ധതി പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്തില്ല. അതാണ് ഇതിൽ നിന്നുണ്ടായത്. പിന്നെ എങ്ങനെയാണ് സർക്കാരിന് ശ്രീ അരുൺകുമാർ, ശ്രീ ഉല്ലാസ് ബാബു ചർച്ചയിൽ പങ്കെടുത്തു. അതെ, സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. വാട്ട് ദ ഹെൽ? 1ാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. 1ാം ഘട്ടത്തിന്റെ ക്രെഡിറ്റ് എടുക്കാം. പക്ഷേ ക്രെഡിറ്റ് അർഹിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ചെറുതായി പോകുന്നത് ആരാണ് എന്ന് സംഘാടകർ ആരാണോ അവർ ഓർക്കണം എന്ന് മാത്രമാണ് ചർച്ചയിലും വ്യക്തമാകുന്ന വികാരം. കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകുന്നു. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ട